ഹൈക്കു കവിത എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ കൊബായാഷി മാസ്റ്റർക്ക് ഹൈക്കു കവിതകൾ വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികൾ സ്നേഹത്തോടെ മാഷെ ഇസ കൊബായാഷി എന്നാണ് വിളിച്ചിരുന്നത്. എന്താ കാര്യം? കൊബായാഷി എന്നത് മാസ്റ്ററുടെ കുടുംബ പേരാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിഖ്യാതനായ മറ്റൊരു ഹൈക്കു കവി ഇസ കൊബായാഷിയുടെ അതേ പേര്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അത്യധികം സ്നേഹത്തോടെ കൊബായാഷി മാസ്റ്ററെ കുറിച്ച് ചില ഹൈക്കു കവിതകൾ രചിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം: ഇസ കൊബായാഷി മാസ്റ്റർ, നമ്മുടെ വയസ്സൻ മാസ്റ്റർ, നമ്മുടെ മൊട്ടത്തലയൻ വയസ്സൻ മാസ്റ്റർ. കുട്ടികളുടെ ഭാവനയിൽ വന്ന രസകരമായ ഒരു കവിതയായിട്ട് മാസ്റ്റർ ഇതിനെ കണ്ടിട്ടുള്ളൂ. ഹൈക്കു ശകലങ്ങൾ, പ്രത്യേകിച്ച് ഇസായുടെ, കൊബായാഷി മാസ്റ്റർക്ക് വലിയ ഹരമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇത്തരത്തിലുള്ള കവിതാ ശകലങ്ങൾ കുഞ്ഞുങ്ങളുമായി പങ്കുവെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഹെഡ് മാസ്റ്ററായ സൊസാക്കു കൊബായാഷിയെ പോലെ ഇസ കൊബായാഷിയും കുട്ടികളുടെ അടുത്ത ചങ്ങാതിയായി. മനസ്സുകൊണ്ടാണെങ്കിലും ഇസ എല്ലായ്പ്പോഴും സത്യങ്ങൾ മാത്രം പറഞ്ഞിരുന്നു. ജീവിതത്തിന്റെ ലളിതമായ കാര്യങ്ങൾ, ലളിതമായ തത്വത്തിൽ കൂടി അദ്ദേഹം എപ്പോഴും പറയാൻ ശ്രമിച്ചിരുന്നു. ആ ലാളിത്യത്തെയാണ് സത്യത്തിൽ കൊബായാഷി മാസ്റ്റർ സ്നേഹിച്ചത്. ആയിരക്കണക്കിന് ഹൈക്കു കവികൾ ഉണ്ടായിരുന്ന അക്കാലത്ത് ആർക്കും അനുകരിക്കാനാവാത്ത വിധം തൻ്റെതായ ഒരു ഹൈക്കു പ്രപഞ്ചം തന്നെ ഇസ സൃഷ്ടിച്ചിരുന്നു. മിക്കപ്പോഴും ശിശു സഹജമായ ഒരു സാരല്യം ആ വരികളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ആ ഈരടികളോടുള്ള ആദരവ് മൂലം അവസരം കിട്ടുമ്പോഴൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളെ ഹൈക്കു കവിത ടോമോയിലെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ കൊബായാഷി മാസ്റ്റർ ശ്രമിച്ചിരുന്നു. പലതും അവർക്ക് കാണാപ്പാടമായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം: ഈർക്കിലിത്തവളെ കീഴടങ്ങേണ്ട നീ ഇസാ നിൽപ്പുണ്ട് നിഞ്ചാരെ. അല്ലെങ്കിൽ പാറിപ്പറക്കുന്ന കുരുവികളെ വഴിതരൂ വഴിതരൂ, യാഗക്കുതിരയ്ക്ക് കുതികുതിക്കാൻ നിങ്ങൾ വഴിതരൂ വഴിതരൂ. വിട്ടയച്ചേക്കുകി പ്രാണിയെ നീ, കൈയിട്ടടിച്ചത് കാലിട്ടടിച്ചത് കരുണക്കിരയ്ക്കുന്നു പാവം. ഒരിക്കലൊരു ഹൈക്കു ശകലം മാസ്റ്റർ ഒരു നല്ല ഈണത്തിലാക്കി. അത് എല്ലാവരും ചേർന്ന് പാടി: എന്നോടുകൂടി കളിക്കാൻ പോരുക കുഞ്ഞിക്കുരുവികളെ, കുഞ്ഞിക്കുരുവികളെ, നിങ്ങൾ അമ്മയില്ലാത്തോരനാഥരല്ലേ. പാഠ്യപദ്ധതിയിൽ ഒരിനമല്ലാതിരുന്നിട്ടുകൂടി മാസ്റ്റർ പതിവായി ഹൈക്കു കവിതകൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. നമ്മുടെ കൊച്ചു ടോട്ടോ ജീവിതത്തിൽ ആദ്യമായി ഒരു ഹൈക്കു ചമച്ചു. ഒരു ചിത്രകഥാ പരമ്പരയിലെ തന്റെ ഇഷ്ട കഥാപാത്രമായ നോരാക്കൂറോ എന്ന നായയെ കുറിച്ചായിരുന്നു അവന്റെ ഹൈക്കു. തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന ഈ കറുമ്പൻ നായ ബഹുസാമർഥ്യക്കാരനാണ്. അവൻ രഹസ്യമായി സൈന്യത്തിൽ ചേരുകയും അവന്റെ സ്വതസിദ്ധമായ ബുദ്ധി കൊണ്ട് കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ച് ഉദ്യോഗക്കയറ്റം നേടി അതീവ പ്രസിദ്ധനാകുകയും ചെയ്തു. കുട്ടികൾക്കുള്ള ഒരു അന്നത്തെ കാലത്തെ പ്രസിദ്ധീകരണത്തിലാണ് ഈ വീരസാഹസിക കഥ വന്നുകൊണ്ടിരുന്നത്. കറുമ്പൻ നായിയെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടല്ലോ, പിരിച്ചുവിട്ടപ്പോ കടൽ കടന്നവൻ കറങ്ങാൻ പോയല്ലോ. ഇതാണ് ടോട്ടോയുടെ ഹൈക്കു. ടോട്ടോച്ചന്റെ ഹൈക്കു കേട്ടപ്പോ മാസ്റ്റർ പറഞ്ഞു: കൊള്ളാം ടോട്ടോ, നീ ഉണ്ടാക്കിയ ഹൈക്കു ഒക്കെ നല്ലതാണ്. പക്ഷെ ഹൈക്കു എഴുതുമ്പോ നമുക്ക് സത്യസന്ധമായി നീ ആലോചിക്കണം. നീ ആലോചിക്കാറുള്ള നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ച് നീ ശ്രമിക്കണം. സത്യസന്ധതയാണ് ഹൈക്കുവിന്റെ മുഖമുദ്ര. അവളുടേത് ശരിയായ അർത്ഥത്തിലുള്ള ഒരു ഹൈക്കു അല്ല, സമ്മതിച്ചു. പക്ഷെ ആ പ്രായത്തിൽ അവളിൽ മതിപ്പുളവാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവൾ എഴുതിയത്. അത് ശരിക്കും വ്യക്തമാക്കുന്നുണ്ട്. മാമൂലുകൾ അനുസരിച്ചുള്ള 5, 7, 5 എന്നുള്ള അക്ഷരക്രമത്തിലായിരുന്നില്ല നമ്മുടെ ടോട്ടോയുടെ ഹൈക്കു. അവൾ നോക്കിയപ്പോ ഇസായുടെ പാറിപ്പറക്കുന്ന കുരുവികൾ മാസ്റ്റർ ചൊല്ലിയത് ശരിക്കുള്ള പതിവ് വൃത്തത്തിലല്ല. അതിന്റെ ക്രമം 5, 8, 6 എന്നാണ്. ഈസായിക്ക് എഴുതാമെങ്കിൽ പിന്നെ തനിക്ക് എന്താ എഴുതിയാല്? അവൾ അവളുടേതായ ഒരു താളക്രമത്തിൽ അവളുടെ ഹൈക്കു ഉണ്ടാക്കി. കുഹോൻ ബത്സുവിലേക്കുള്ള യാത്രകൾക്കിടയിലോ അസംബ്ലി ഹാളിൽ തന്നെ ഒത്തുകൂടിയിരുന്ന നേരം പോക്കുന്ന മഴക്കാലങ്ങളിലോ ഒക്കെയാണ് ഹൈക്കുവിന്റെ സീസൺ ടോമോയിലുണ്ട്. മാസ്റ്റർ കുട്ടികളോട് ആ സമയത്തൊക്കെ ഹൈക്കു ശകലങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ വാക്കുകളിൽ, കുറച്ചു വാക്കുകളിൽ ഒരു വലിയ പ്രപഞ്ചം ഒരുക്കുന്ന ജാലവിദ്യയെക്കുറിച്ച്, ജീവിതത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള തൻ്റെ സ്വന്തം ആലോചനകളെ പ്രതിഫലിപ്പിക്കാനും പലപ്പോഴും ഹൈക്കുവാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. ഒരുപക്ഷെ നമ്മുടെ പ്രസിദ്ധനായ ഇസ ഉണ്ടാക്കിയിരുന്ന ചില ശകലങ്ങൾ ടോമോയ്ക്ക് വേണ്ടി തന്നെ എഴുതിയവയായിരിക്കണം.
അതിലൊന്നാണ് മഞ്ഞുരുകി മറഞ്ഞു പിന്നെത്ര പൊടുന്നനെ കുഞ്ഞുങ്ങൾ, എത്ര പൊടുന്നനെ കുഞ്ഞുങ്ങൾ നാട്ടിൻ പുറമാകെ നിറഞ്ഞു. എൻ്റെ ഹൈക്കു കവിതയുള്ള ആലാപനത്തിലുള്ള മികവില്ലായ്മ ക്ഷമിച്ച് ഹൈക്കുവിന്റെ അർത്ഥം മാത്രം നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഹൈക്കു ശകലങ്ങൾ കമന്റിൽ എഴുതൂ. നമുക്ക് ഒരുമിച്ച്